നേപ്പാളിൽ ഒരു ലിഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയധികം ബുദ്ധിമുട്ടിയ ദിവസം വേറെ ഉണ്ടായിട്ടില്ല. ഞാൻ റോസ് റിസോർട്ടിൽ നിന്ന് ഇറങ്ങി 2 കിലോമീറ്ററോളം ഏകദേശം നടന്നിട്ടോ, എന്നിട്ടും ഒരു വണ്ടി പോലും കിട്ടിയില്ല. അങ്ങനെ സത്യം വരെ നടന്ന് മാനം കെട്ട് അങ്ങനെ കുറച്ചേരം ഇരുന്നിട്ട് ഞാൻ ലിഫ്റ്റ് കാണിക്കാൻ തുടങ്ങി. അങ്ങനെ അവസാനം എനിക്ക് ഒരു ബൈക്കാണ് കേട്ടോ കിട്ടിയത്. ലോറിയൊക്കെ ഈ റൂട്ടിൽ വളരെയധികം കുറവാണ്, ലോറിക്കാർ നിർത്തി തരുന്നില്ല. അങ്ങനെ ബൈക്ക് കിട്ടി. ബൈക്കിലുണ്ടായിരുന്നത് ഓം മഹാദേവാണ്. ഓൻ 25 കിലോമീറ്ററിന് അടുത്തുണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഓൻ്റെ കൂടെ നേപ്പാളിൽ അത്യാവശ്യം അപകടം പിടിച്ച വളവും തിരിവുള്ള റോട്ടിലൂടെ 25 കിലോമീറ്റർ പോയിട്ടോ. എന്നിട്ട് ഓൻ എന്നെ ഇറക്കി തന്ന്. എന്നിട്ട് ഓൻ്റെ ഫ്രണ്ടിനെയും കൂട്ടി ഓൻ വേറെ വഴിക്ക് പോയി. അങ്ങനെ ആ ഒരു സ്ഥലത്ത് ഞാൻ 2 മണിക്കൂറിൻ്റെ അടുത്ത് നിന്നിട്ട് ഒരു ലിഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ ബൈക്കിൻ്റെ ബാക്കിലും ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ കാറാണെങ്കിൽ നിർത്തി തരുന്നില്ല, ലോറിയാണെങ്കിൽ വളരെയധികം കുറവാണ്. അങ്ങനെ അവിടെ നിന്നപ്പോൾ 10ാം ക്ലാസ് പഠിക്കുന്ന സച്ചിനെ പരിചയപ്പെട്ടു. സച്ചിനാണെങ്കിൽ നല്ല കമ്പനിയായിരുന്നു. കുറേ നേരം അവനായിട്ട് സംസാരിച്ചിരുന്നു. അവൻ്റെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു, അവിടുത്തെ ഫുഡ് കഴിക്കുക, വെള്ളം കുടിക്കാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കുറേ നേരം നിന്നപ്പോൾ എനിക്കൊരു ബുള്ളറ്റ് കിട്ടിയിട്ടോ. ബുള്ളറ്റിലുണ്ടായിരുന്നത് പ്രവീൺ മച്ചാനായിരുന്നു. പ്രവീൺ മച്ചാൻ ഏകദേശം 45 കിലോമീറ്റർ ഉണ്ട് പറഞ്ഞിട്ടോ. അങ്ങനെ പ്രവീൺ മച്ചാൻ്റെ കൂടെ 45 കിലോമീറ്റർ ബുള്ളറ്റിൽ ഞങ്ങൾ അടിച്ച് പൊളിച്ച് പോയിട്ടോ. സംഭവം ബൈക്കിൽ ലിഫ്റ്റ് പോകാൻ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം ബാഗ് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ബാഗ് ഇട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും 45 കിലോമീറ്റർ ബുള്ളറ്റിൽ ഞാൻ നേപ്പാളിലെ റോഡോട് സഞ്ചരിച്ചിട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ബാക്കി കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്നെ ഫോളോ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത കിടിലൻ നേപ്പാൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.